ശരീരം എന്താണ്, എൻ്റെ രൂപം എന്താണ്, രാഗം എന്താണ്, സ്വരം എന്താണ്, എനിക്ക് ഏനക്കേടുകൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും, ഇതൊന്നും അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയ ആളാണ് അമ്മ. ആ സ്നേഹം അല്ലെങ്കിൽ ആ കരുതൽ എന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വഴികാട്ടിയായി നിലനിന്നിട്ടുമുണ്ട്. ഈ അടുത്തിടെ ഞാൻ വായിച്ച ഒരു ചെറിയൊരു കവിതയുണ്ടായിരുന്നു. അതിലൊരു 4 വരി. അത് നമ്മുടെ ഇപ്പോഴത്തെ പ്രിയപ്പെട്ട ജനകീയ കവിയായിട്ടുള്ള റഫീഖ് അഹമ്മദിൻ്റെ തോരാമഴ. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. തോരാമഴ എന്ന പേരിൽ അദ്ദേഹം എഴുതിയൊരു കവിതയുണ്ടായിരുന്നു. അതിലൊരു 4 വരി. ഉമ്മക്കൊലുസു മരിച്ചെന്ന് രാത്രിയിൽ ഉമ്മ തനിച്ച് പുറത്തിരിക്കെ. ഉമ്മക്കൊലുസ് മരിച്ചെന്ന് രാത്രിയിൽ ഉമ്മ തനിച്ച് പുറത്ത് നിൽക്കെ. പെട്ടെന്ന് വന്നു പെരുമഴ, ഉമ്മയോ ചിക്കൻ അകത്തേക്ക് ചെന്നു. പെട്ടെന്ന് വന്നു പെരുമഴ, ഉമ്മയോ ചിക്കന്ന് അകത്തേക്ക് ചെന്നു. വില്ലൊടിഞ്ഞെന്ന് ചിണുങ്ങിടാറുള്ളൊരാ വള്ളിക്കുടയുമെടുത്തു പാഞ്ഞു. വില്ലൊടിഞ്ഞെന്ന് ചിണുങ്ങിടാറുള്ളൊരാ വള്ളിക്കുടയുമെടുത്തു പാഞ്ഞു. പള്ളിപ്പറമ്പിൽ പുതുതായി കുമിച്ചിട്ട മണ്ണട്ടിമേലെ നിവർത്തി വെച്ചു. പള്ളിപ്പറമ്പിൽ പുതുതായി കുമിച്ചിട്ട മണ്ണട്ടിമേലെ നിവർത്തി വെച്ചു. ഉമ്മക്കൊലുസ് മരിച്ചെന്ന് രാത്രി തൊട്ട് ഇന്നോളം ആ മഴ തോർന്നതില്ല. വെറും കുറച്ച് വരികളിൽ അദ്ദേഹം എഴുതി വെച്ച ഒരു വികാര പ്രപഞ്ചമുണ്ട്. മരിച്ചുപോയ കുഞ്ഞിനെ അടക്കിയ മണ്ണിന് മുകളിൽ ഒരു കുട നിവർത്തി വയ്ക്കുന്ന അമ്മയെക്കുറിച്ചുള്ള ആ ഒരു കവിത. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും ആ കുടയുടെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ എന്തായിട്ടുണ്ടോ, ഇപ്പോൾ എന്തായിട്ടുണ്ടോ, ഞാൻ എന്തായിട്ടുണ്ടോ, അതിൻ്റെ എല്ലാ അടിസ്ഥാനം അമ്മ എന്നുള്ളത് തന്നെയാണ് എന്നുള്ളതും നമ്മുടെ ബോധ്യമുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇത്തരമുള്ള ചടങ്ങുകൾക്ക്, ഒരു ഓർമ്മ ദിനത്തിന് വളരെ വലിയതായ ഒരു പ്രസക്തിയുണ്ട്. ഇത് നമ്മെ നമ്മുടെ അസ്തിത്വത്തിലേക്ക് വീണ്ടും വീണ്ടും അടുപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കൂടുതലായി ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നമ്മുടെ പരിപാടി ഇന്ന് വളരെ അനൗപചാരികമായിട്ടാണ്. നമുക്ക് വലിയ മുഖ്യാതിഥികൾ, അങ്ങനെ നിങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ അതിഥികൾ. പക്ഷേ 1-2 പേരെ ഞാൻ ഇവിടേക്ക് വിളിക്കുന്നുണ്ട്, 1-2 കാര്യങ്ങൾ പറയാനായിട്ട്. അതിലൊന്ന്, അമ്മ എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഞാൻ 2 മിനിറ്റ് സംസാരിച്ചാൽ 3 പ്രാവശ്യം കരയും. അപ്പം അത് ഒരു സദസ്സിലത് വളരെ രസമുള്ള പരിപാടിയല്ല കരയാന്നുള്ളത്. അപ്പം കാരണം അമ്മ തുടങ്ങിയാൽ അത് കരച്ചിൽ അവസാനിക്കും. അമ്മ ഞാൻ അമ്മ എന്ന് വിളിക്കുന്നത് ബേബി അമ്മ. അത് എൻ്റെ ഒരു ബയോളജിക്കൽ മദർ അല്ല. അത് നിങ്ങൾ പരസ്പരം കണ്ടെത്തിയ അമ്മയും മകനാണത്. വൈഫിനെ ഒരുപക്ഷെ ഞാൻ കല്യാണം കഴിക്കാൻ കാരണം ഈ അമ്മയെ കിട്ടാനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ബയോളജിക്കൽ മദർ അമ്മച്ചി അത് മുമ്പ് മരിച്ചുപോയി. അപ്പോൾ ഈ അമ്മയോടുള്ള അടുപ്പം കുട്ടികൾ ചോദിക്കാറുണ്ട്, ഇത്രയും എങ്ങനെ ഞങ്ങൾ സിങ്കാവുന്നു, ഇത്രയും അടുപ്പം. അതായത് ഒരാളുടെ അടുപ്പം നമ്മൾ തന്നെ ഉണ്ടാവുമല്ലോ, നമ്മളെ ബോധവും സ്ഥാപിച്ചെടുക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. നമുക്ക് അമ്മയോടുള്ള അടുപ്പായ പോലും അമ്മയ്ക്ക് മനസ്സിലാവും നമ്മുടെ അടുപ്പം. അമ്മ തിരിച്ചു അങ്ങനെയല്ല. മക്കളോട് ഞാൻ പറയും, അമ്മച്ചി മരിച്ചു പോയപ്പോൾ എനിക്കൊരു ദുഃഖം, ഒരു ഗിൽറ്റി ഫീൽ ചെയ്യണം, വേണ്ടത്ര സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. അതെല്ലാ പുത്രന്മാർക്കും ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ചെയ്യായിരുന്നു, അല്ല അങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അതന്ന് ഞാൻ ചെയ്തത് അത്ര ശരിയായില്ല. എപ്പോഴും നമുക്കൊരു കുറ്റബോധം ഉണ്ടാക്കുന്നതാണ് മാതാപിതാക്കളുടെ ഭരണം. നമ്മളെപ്പോഴും മനസ്സിന് എപ്പോഴായാലും ഒന്ന് നീറ്റിക്കും. ചിലവർക്ക് ഒരു 2ാം അവസരം ദൈവം കൊടുക്കും. ദൈവം ഞാൻ വളരെ കാൽപ്പനികമായിട്ട് പറഞ്ഞാണ്, ഞാൻ ദൈവവിശ്വാസിയല്ല. ഒരു 2ാം ഒരു അവസരം കൊടുക്കും. അത് അങ്ങനെ കിട്ടിയതാണ് എൻ്റെ ഈ ബേബി അമ്മ. അപ്പോൾ ബേബി അമ്മ എന്ന് പറയുമ്പോൾ യാത്രകളിൽ, ഇപ്പോൾ വിജയം പറഞ്ഞല്ലോ യാത്ര ചെയ്യാറുള്ളത്, എല്ലാ യാത്രകളിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളാണ്. സഹയാത്രിക എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ അമ്മയോടൊപ്പം യാത്ര ചെയ്ത് മരിച്ചുപോയൊരു മകനാണ് ഞാൻ.
ശരിക്കും പറഞ്ഞൊരു ഞാനിപ്പോൾ എൻ്റെ ജീവിതം കണക്കാക്കുന്ന ഒരു മരണാനന്തര ജീവിതം തന്നെയാണ്. അമ്മ പോയതിനു ശേഷം ഒരു മരണാനന്തര ജീവിതമാണ് എൻ്റെ എന്ന് കണക്കാക്കുന്ന ഒരു മകനാണ് ഞാൻ. കുഞ്ഞുമക്കൾക്ക് അമ്മയുടെ സ്നേഹിക്കാനുള്ള 14ാം വാർഷികമാണ്. ടീച്ചറെ 14 വർഷം ആയെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു ദിവസം പോലും ടീച്ചറെ ഓർക്കാത്ത ദിവസമില്ല. ഇവിടെ എന്ത് തുടങ്ങിയാലും ഒരു അഡ്മിഷൻ വന്നാലും ഫസ്റ്റ് ഞാൻ ടീച്ചറിൻ്റെ ഫോട്ടോയുടെ അടിയിൽ അത് വെച്ചിട്ട് ചെയ്യാറുള്ളൂ. അതുപോലെ ആനുവൽ ഡേ ഞങ്ങളുടെ മക്കളെ അതുപോലെ ടീച്ചറിൻ്റെ ഒരു അനുഗ്രഹം ടീച്ചറിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ പറയും, ഡോക്ടറുമായിട്ടൊന്നും നമുക്കത്ര ഇൻറ്റിമസി തോന്നുന്നതിനേക്കാട്ടപ്പുറം ടീച്ചർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നലാണ്. ഈ സ്കൂള് ഇനി ഈ നിലയിൽ എത്താൻ ടീച്ചറിൻ്റെ അനുഗ്രഹം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. 4-5 വർഷം മാത്രമേ ടീച്ചറുമായിട്ട് പരിചയമുള്ളെങ്കിലും നല്ല ഒരു അടുപ്പമായിരുന്നു ഞങ്ങൾ തമ്മിൽ. ടീച്ചർ ഏൽപ്പിച്ച ഒരു സ്ഥാപനമാണ്. അതത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് എല്ലാ ടീച്ചേഴ്സിൻ്റെയും കൂടെ കഴിവുണ്ടെങ്കിലും ടീച്ചറിൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അത് ഇവിടുന്ന് പോയാലും ഞാൻ ഒരിക്കലും ടീച്ചറിനെ മറക്കുകയില്ല. അത് ഇവിടെ ഇത്രയും പേരെ പരിചയപ്പെടാനുള്ള അവസരം തന്നത് ടീച്ചറമ്മയാണ്. അത് എപ്പോഴും ടീച്ചറിൻ്റെ ഓർമ്മ എപ്പോഴും എൻ്റെ മനസ്സിൽ കാണും. പിന്നെ ടീച്ചറിനെ പറ്റി പ്രത്യേകിച്ച് സാറ് തന്നെ പറയുന്നുണ്ടല്ലോ, ഞാനത് എല്ലാവർക്കും അറിയാം. സരസമ്മ ടീച്ചറിനെ പറ്റി ആർക്കും ഒരു നെഗറ്റീവ്സ് ഇതുവരെ എൻ്റെ ചെവിയിൽ കേട്ടിട്ടുമില്ല. ഒരു എളിമയുടെ ഒരാളാണ് സരസമ്മ ടീച്ചർ. അതെപ്പോഴും ഞങ്ങളുടെ കുട്ടികൾക്കൊരു അനുഗ്രഹമായിട്ടാണ് ഫീൽ ചെയ്യാറ്. ടീച്ചറിൻ്റെ ഓർമ്മയ്ക്ക് നമസ്കാരം പറയുന്നു. പിന്നെ ഇന്ന് കുറേ പേരൻസ് നേരത്തെ വന്നിട്ടുണ്ട്. അവർ ഫേസ് ചെയ്യാൻ നോക്കാൻ ഞാൻ ബാക്കിലോട്ട് മാറിയുള്ളത്. അത് സോറി കേട്ടോ, സമയം ഇത്തിരി നേരത്തെ വന്നവരുണ്ട്. നമ്മുടെ പരിപാടി ഇത്തിരി ലേറ്റായി, അതിന് പ്രത്യേകിച്ച് സോറി പറയുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ യഥാസ്ഥിതി നടക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തെക്കുറിച്ചൊരു വാക്ക്, അദ്ദേഹം അവതരിപ്പിക്കുന്ന പരിപാടിയെക്കുറിച്ചും നിങ്ങളോടൊരു ചെറിയൊരു വിശദീകരണം തരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ അടുത്തിടെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചില തരംഗങ്ങളായി മാറുന്ന, ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുള്ള ഒരു തകര പോലെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്ന ചില തരംഗങ്ങളുണ്ട്. അങ്ങനെ അല്ലാത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളിപ്പം കണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഈ നവനീത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനാണ്. അദ്ദേഹം അമേരിക്കയിൽ പഠിക്കുന്നു, ഡേറ്റ സയൻസിൽ ഹയർ സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. നവനീതിൻ്റെ പ്രോഗ്രാമൊക്കെ ഒരുപാട് നിങ്ങൾ യൂട്യൂബിലും ടി വിയിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനൊക്കെ മുമ്പേ നവനീത് ഉണ്ണികൃഷ്ണനൊക്കെ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ആ രീതിയിലുള്ള ഒരു പരിപാടി നമ്മുടെ കേരളത്തിൽ അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് ശ്രീ കെ ജെ ചക്രവാണി. കെ ജെ ചക്രവാണി എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ സുഹൃത്ത് നന്ദുവിൻ്റെ അടുത്ത്. ഈ കലാരംഗത്തുള്ളത്ര കുതികാൽ വെട്ടുകളും മറ്റു പ്രശ്നങ്ങളും ഒന്നും മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. ഒരു മെന്ററോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗോഡ് ഫാദറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇനി കേരളത്തിലെ എത്രയോ സദസ്സുകളെ സമ്പന്നമാക്കാൻ പറ്റുന്ന എത്രയോ മഹാനായ ഒരു കലാകാരനായി അദ്ദേഹം മാറുമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും വിശ്വസിച്ചിട്ടുണ്ട്, വിചാരിച്ചു പോയിട്ടുണ്ട്. അത്ര മനോഹരമായ രീതിയിൽ ചലച്ചിത്ര ഗാനങ്ങളെയും അവയുടെ രാഗങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ജനങ്ങളെ കർണാടക സംഗീതത്തോടും അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ചില പ്രത്യേക രീതികളിലേക്കും ഒക്കെ ബാണികളിലേക്കും ഒക്കെ എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ശൈലിയുടെ ഒരു പ്രയോക്താവ് കൂടിയാണ് ശ്രീ ചക്രവാണി. അദ്ദേഹം ഇനി ജീവിച്ചിരിക്കുന്ന ഒരു വളരെ പ്രശസ്തനായ കലാകാരൻ ശ്രീ മധുരൈ GS മണിയുടെ ഒരു ഏക ശിഷ്യൻ എന്ന് തന്നെ പറയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തോടൊപ്പം ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇന്നിവിടെ ഈ പ്രോഗ്രാം നടത്തുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. അവരെ എനിക്ക് വ്യക്തമായിട്ട് പേരറിയില്ല, അദ്ദേഹം തന്നെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കഴിഞ്ഞ ഒരു 2 മണിക്കൂറോളം ഇവിടെ ഇരുന്ന് ഇതിൻ്റെ സിസ്റ്റമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടവർക്കറിയാം. എന്തായാലും ഇന്നത്തെ ഈ വേദി ധന്യമാക്കിക്കൊണ്ട് ഈ സംഗീത പരിപാടി നമ്മെ ആനന്ദിപ്പിക്കാൻ എത്തിച്ചേർന്ന ശ്രീ ചക്രവാണിക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും അമ്മ സ്കൂളിൻ്റെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് നേരിട്ട് സംഗീതം
रक्षितम् उमासुतं नमामि विघ्नेश्वर पादपङ्कजम् नमामि विघ्नेश्वर पादपङ्कजम् नमामि विघ्नेश्वर पादपङ्कजम् विघ्नेश्वर पादपङ्कजम् जय जय विजय विनायकम् जय जय विजय विनायकम् जय जय विजय विनायकम् भज जय वरवल्लभात्मानम् जय जय विजय विनायकम् भज जय वरवल्लभात्मानम् जय जय विजय विनायकम् भज जय वरवल्लभात्मानम् जय जय विजय विनायकम् विजय विनायकम् विनायकम् भय दीवार